പാപ്പീറ്റെ എന്ന പേര് ലഭിച്ചത് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെഹിറ്റിയിലെ രാജ്ഞി ഇവിടെ വസതി നിർമ്മിച്ചു. 1842-ലാണ് പപ്പേറ്റ് ഔദ്യോഗികമായി രൂപീകൃതമായത്. 1843-ൽ പ്രദേശത്തിന് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ പ്രൊട്ടക്ടറേറ്റ് പദവി ലഭിച്ചു. നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് മേഖലയെ ഔദ്യോഗികമായി ഫ്രഞ്ച് കോളനിയാക്കി മാറ്റിയത്. തുടർന്ന് ഫ്രഞ്ച് പോളിനേഷ്യയുടെ തലസ്ഥാനമായി പപ്പേറ്റ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം സാമ്പത്തിക രംഗത്തും അടിസ്ഥാന സൗകര്യ വികസനത്തിലും വൻ കുതിച്ചുചാട്ടമാണുണ്ടായത്. രാജ്യാന്തര വിമാനത്താവളം സ്ഥാപിച്ചത് ടൂറിസത്തിന്റെ വളർച്ചയ്ക്കും കാരണമായി. ഒന്നാം ലോക യുദ്ധത്തിനിടെ നഗരത്തിന് നേരെ കനത്ത ആക്രമണമാണ് ഉണ്ടായത്. നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും കെട്ടിടങ്ങൾ തകരുകയും ചെയ്യുന്നു. തെഹിറ്റി ദ്വീപിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് സമുദ്രത്തിന്റെ തീരത്താണ് പപ്പേറ്റയുടെ സ്ഥാനം. 17.4 ചതുരശ്ര കിലോമീറ്ററിൽ നഗരം വ്യാപിച്ചു കിടക്കുന്നു. ഒടുവിലത്തെ സെൻസസ് അനുസരിച്ച് 25,000-ൽ പരമാണ് ജനസംഖ്യ. ആഴമേറിയ സ്വാഭാവിക തുറമുഖം നഗരത്തിന്റെ വാണിജ്യ വികസനത്തിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ധാരാളം മത്സ്യബന്ധന യാനങ്ങളും യാത്രാ ബോട്ടുകളും ഉല്ലാസ നൗകകളും പപ്പേറ്റ് ഹാർബർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഫ്രഞ്ച് പോളിനേഷ്യയുടെ പ്രസിഡന്റിന്റെയും ഫ്രഞ്ച് ഹൈക്കമാൻഡിന്റെയും ആസ്ഥാനങ്ങൾ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ പ്രസിദ്ധമായ ദേവാലയമാണ് പപ്പീറ്റെ കത്തീഡ്രൽ. തെഹിറ്റിയിലെ ഏറ്റവും വലിയ പഴയ കത്തോലിക്ക ദേവാലയമാണിത്. 19-ാം നൂറ്റാണ്ടിലാണ് ദേവാലയം സ്ഥാപിച്ചത്. കന്യാമറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന ദേവാലയം പപ്പേറ്റ് നോർമൻ കത്തോലിക്ക അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. നഗരത്തിലെ പ്രമുഖ കച്ചവട കേന്ദ്രമാണ് പപ്പേറ്റ് മാർക്കറ്റ്. പരമ്പരാഗത രീതിയിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റിൽ പലതരം ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നു. പ്രാദേശികമായി നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കളും ആഭരണങ്ങളുമെല്ലാം ഇവിടെ ലഭ്യമാണ്. പപ്പേറ്റയിലെ പ്രസിദ്ധമായ മേളയാണ് ഹീവ ഐ തെഹിറ്റി ഫെസ്റ്റിവൽ. ജൂലൈ മാസത്തിലാണ് മേള അരങ്ങേറുന്നത്. ദിവസങ്ങളോളം നീളുന്ന മേളയിൽ കലാകായിക മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറുന്നു. 1880-കളിലാണ് മേള ആരംഭിച്ചത്. മേഖലയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കുന്ന മേള ധാരാളം സഞ്ചാരികളെയും ആകർഷിക്കുന്നു. ഫ്രഞ്ച് പോളിനേഷ്യയിലെ പ്രമുഖ നഗരമാണ് പപ്പേറ്റ്. മേഖലയുടെ തലസ്ഥാനം, സാമ്പത്തിക കേന്ദ്രം തുടങ്ങിയ നിലകളിൽ നഗരത്തിന് പ്രാധാന്യമുണ്ട്.